നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. മനുഷ്യഹൃദയങ്ങളിലേക്ക് ആത്മീയതയുടെ നിലാവെളിച്ചം പകരുന്ന ക്ഷേത്ര ഐതിഹ്യങ്ങളിലൂടെയുള്ള യാത്രകളുമായി ചാനൽ 91 ബോധി ജനങ്ങളിലേക്ക്. എറണാകുളം പാവക്കുളം മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നടന്ന ചടങ്ങിൽ ചാനൽ 91 കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ ടി.ആർ. ദേവൻ അധ്യക്ഷത വഹിച്ചു. ഒരു വേറിട്ട ദൃശ്യാനുഭവം ഒരുക്കാൻ ക്ഷേത്രം എന്നാൽ എന്ത്, ക്ഷേത്രം എന്നാൽ എന്ത്, എങ്ങനെ ക്ഷേത്രം ഉണ്ടായി നമ്മൾ പറയുന്നത്, അല്ലാതെ ക്ഷേത്രത്തിൽ ഇപ്പം നടക്കുന്നതോ പിന്നീട് നടന്നതോ അല്ലെങ്കിൽ അവിടെ വഴിപാട് നടത്തി ഇന്നത് കിട്ടുമെന്നോ മറ്റേത് മറിച്ചത് അതൊക്കെ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ആദ്യം ഇത് എങ്ങനെ ഇത് ഉത്ഭവം ഉണ്ടായി. നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ ക്ഷേത്രങ്ങൾക്കും കഥ പറയാനായിട്ട് അതിൻ്റെ ഒരു ഉത്ഭവത്തിൻ്റെ കഥ. അതാണ് പാലമ്പുലയൻ ക്ഷേത്രം. ഇവിടെ വന്ന എല്ലാവർക്കും മനസ്സിൽ തൊട്ട് എനിക്ക് നന്ദിയോടുകൂടി ഞാനിവിടെ നിൽക്കുകയാണ്. ബോധി ചാനലിന്റെ ലോഗോ പ്രകാശനം പിന്നണി ഗായകൻ പ്രദീപ് പള്ളുരുത്തിയും സുശാന്ത് കർമ്മൻ ഫിലിം ഡയറക്ടർ വിജി തമ്പിയും നിർവഹിച്ചു. എല്ലാ ക്ഷേത്രങ്ങളുടെ പിന്നിലും ആ ക്ഷേത്രം അവിടെ പ്രത്യക്ഷപ്പെട്ടതിന് അല്ലെങ്കിൽ ആ ക്ഷേത്രം അവിടെ ഉണ്ടായതിന് പിന്നിൽ കഥയുണ്ട്, അല്ലെങ്കിൽ അതൊരു ചരിത്രമുണ്ട്. അത്തരം ചരിത്രങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാൽ പലപ്പോഴും നമ്മളെ പല ചാനലുകളിലും ആ ചരിത്രങ്ങൾ പറയാറില്ല. ക്ഷേത്രത്തിൻ്റെ ഓരോ വിഷ്വൽ എടുക്കും, എന്തെങ്കിലുമൊക്കെ പറയാം. അതുപോലെ ആ ക്ഷേത്രം നമ്മൾ ക്ഷേത്രത്തെ പറ്റി പറയുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ പറയുക, അതിൻ്റെ പുരാണം പറയുക, അതോടൊപ്പം ക്ഷേത്രത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന അതിൻ്റെ ഏറ്റവും ലളിതമായ മാർഗവും ആ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളും. ഈ ചാനൽ 91 ബോധി എന്നുള്ള ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അപ്പോൾ ബോധിയുടെ സമയം അധികം പ്രസംഗത്തിന് സമയമില്ല, അധിക പ്രസംഗമായി പോകും. അതുകൊണ്ട് തന്നെ ബോധിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നന്നാവട്ടെ. ബോധിയിൽ വരുന്ന എല്ലാ പരിപാടികളും ആസ്വദിക്കുന്ന ഒരു പ്രേക്ഷകന് അല്ലെങ്കിൽ ഒരു ശ്രോതാവിന് അത് ഒരു തണലിലിരിക്കുമ്പോൾ കിട്ടുന്ന ശാന്തിയും സമാധാനവും നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബോധിക്കും ചാനൽ 91നും എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ടും നിർത്തുന്നു. പ്രോഗ്രാം ഡയറക്ടർ ലാൽ പ്രിയൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ദേവസ്വം ബോർഡ് മെമ്പർ MB മുരളീധരൻ ഭദ്രദീപം തെളിയിച്ചു. ഒരു പുതിയ ചാനൽ ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചാനലിനെ കുറിച്ചും ചാനലിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കുറിച്ചുമൊക്കെ വളരെ വിശദമായി തന്നെ നമ്മളിവിടെ വന്നിരുന്നതിന് ശേഷം വളരെ പ്രാവശ്യം തന്നെ നമ്മൾ അതിനെക്കുറിച്ച് വളരെ വിശദമായി കേട്ട് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അതിൻ്റെ ലോഞ്ചിങ് നടന്നപ്പോൾ ആ ഒരു ദൃശ്യം നമ്മെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ അതിൻ്റെ ചരിത്രവും പശ്ചാത്തലവും ഒക്കെ വിശദീകരിക്കാൻ പ്രാപ്തമായിട്ടുള്ളൊരു ചാനലാണെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ആ ലോഞ്ചിങ് നമ്മൾ കണ്ടത്. ശരിക്കും ആ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയും അതുപോലെ തന്നെ അതിൻ്റെ പശ്ചാത്തലമൊക്കെ വളരെ ലളിതമായി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കാനായിട്ട് മതിയായ രീതിയിലുള്ള ഒരു അവതരമായിരുന്നു. തീർച്ചയായിട്ടും അത് ശരിക്കും നമ്മളെ അത് ബോധ്യപ്പെടുത്തി തന്നു ഈ ബോധി ചാനൽ. ഭാഗവത സപ്താഹ യജ്ഞാചാര്യൻ പള്ളിക്കൽ സുനിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ദേവൻ വളരെ നാളുകൾക്ക് മുൻപേ വിളിച്ച ഈ ദിവസം പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം 40 വർഷമായി ദേവനുമായി ബന്ധമുണ്ട്. ദേവൻ എറണാകുളത്ത് വരുന്നതിന് മുൻപ് തന്നെ ദേവൻ്റെയും എൻ്റെയും താമസ ജന്മസ്ഥലം 30 കിലോമീറ്റർ അപ്പുറം ഇപ്പുറമാണ്. കായംകുളത്തിനടുത്തുള്ള പള്ളിക്കലാണ് ഞാൻ. അടൂരിനടുത്താണ് ദേവൻ്റെയും വീട്. അരിപ്പൊടി ഒരു അമ്മയുടെ കയ്യിൽ കൊടുത്താൽ അരിപ്പൊടി കൊണ്ട് നല്ല അമ്മ പുട്ടും ഇടിയപ്പവും അപ്പവും ഒക്കെ ഉണ്ടാക്കും. ദേവൻ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അതിൻ്റെ പിന്നിൽ ഒരു ആധ്യാത്മിക ഭാവമുണ്ടെന്ന് വർഷങ്ങൾക്ക് മുൻപ് തിരിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ അടിസ്ഥാന തലം ആധ്യാത്മികമാണെങ്കിൽ അവർ പരാജയപ്പെടാറില്ല. ചടങ്ങിൽ സംഗീതജ്ഞൻ തൃപ്പൂണിത്തുറ കൃഷ്ണദാസ്, ഓൺലൈൻ മീഡിയ പ്രസ് ക്ലബ് ചെയർമാൻ ഡോക്ടർ ടി വിനയകുമാർ, എറണാകുളം കരയോഗം സെക്രട്ടറി പി രാമചന്ദ്രൻ, സിഫി ഡയറക്ടർ ഡോക്ടർ മേരി അനിത, ശ്രീരാമകൃഷ്ണ സേവാശ്രം ട്രസ്റ്റി CG രാജഗോപാൽ, സാമൂഹ്യ പ്രവർത്തകൻ കുമ്പളം രവി, കുരുവിള മാത്യൂസ്, ഡോക്ടർ പത്മകുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായി. ജനറൽ മാനേജർ ഷാജി നമ്പ്യാർ ചടങ്ങിന് നന്ദി അറിയിച്ചു. എല്ലാവരും ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ ചടങ്ങിൽ സഹകരിച്ച് സന്തോഷത്തോടെ ഇവിടെ ഇരിക്കുന്നതിൽ വളരെ അഭിമാനമുണ്ട്. ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാവരും ഈ ചാനൽ കാണണം. യൂട്യൂബിൽ ചാനൽ 91 ബോധി. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരിചയത്തിലുള്ളവർക്ക് അയച്ചു കൊടുക്കുക, അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക.
നല്ല രീതിയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻസിൽ അയയ്ക്കുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.